ഹലോ, ആരാണ്? മനസ്സിലായില്ല. ഞാൻ റിംഗ് മാസ്റ്റർ. ആര്? റിംഗ് മാസ്റ്റർ. മൃഗങ്ങളെയൊക്കെ മെരുക്കുന്ന. ഓ ശരി ശരി. എന്താ പേരെന്താ? അശോകൻ സാറല്ലേ? അതെ അതെ. ഓ സാറേ നമസ്കാരം. പേരെന്താണ്? എന്റെ പേര് ഗബ്രിയേൽ ഡിസൂസ മാർക്കോസ്. ഗബ്രിയേൽ ഡിസൂസ മാർക്കോസ്. 3 പേരുണ്ടല്ലോ അതില്. അത് ശരിക്കുള്ള പേരെന്താ? ശരിക്കുള്ള പേര് മത്തായി. ആ അങ്ങനെ വിളിച്ചാ പോരെ. എന്തിനാ വെറുതെ? അല്ല, അത് ഞാൻ അറിഞ്ഞുകൊണ്ടിട്ടിരിക്കുന്ന പേരാ. എന്തിനാ? ഈ മൃഗങ്ങളുടെ മുമ്പിലേ ഞാൻ മത്തായി ആടാ പറയുന്നത് അനുസരിക്കടാന്ന് പറഞ്ഞാൽ അത് അനുസരിക്കത്തില്ല. അപ്പോൾ ഗബ്രിയേൽ ഡിസൂസ മാർക്കോസ് ആടാ പറയുന്നത് എന്ന് പറഞ്ഞാൽ സിംഹമൊക്കെ അനുസരിക്കും. വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു ബൂസ്റ്റിന് ഇട്ട പേരാ. മൃഗങ്ങളായിട്ട് അത്ര അടുപ്പാണല്ലേ? ഭയങ്കര അടുപ്പാണ്. അല്ല മത്തായി ചേട്ടാ, അതിന് മൃഗങ്ങൾ ഇപ്പൊ സർക്കസിൽ പാടില്ലല്ലോ. ഈ മൃഗങ്ങളെ എവിടെന്നാ കൊണ്ടുവരുന്നത്? നമ്മള് ഇങ്ങനെ കാട്ടിൽ പോയി പിടിക്കുമല്ലേ. ഓ, അപ്പൊ വേട്ടക്കാരനാണോ? മേഡം ഭയങ്കര കോമഡി ആണല്ലോ. വേട്ടക്കാരനാ, പക്ഷെ ഞാൻ ചെറിയ നോട്ടം വിട്ടിട്ടുണ്ട്. കൂടുതൽ അങ്ങനെ നോക്കാൻ നിൽക്കണ്ട. ഞാൻ അല്ല അയ്യോ സാറേ, എന്നെ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഞാൻ ഒരു റിംഗ് മാസ്റ്ററാണ്. അപ്പൊ സാറേ ഞങ്ങള് കാട്ടിൽ പോട്ടെ. കാട്ടിലെ കാര്യം പറഞ്ഞ ഇവിടെ വലിയൊരു സംഭവം ഉണ്ടായി കേട്ടോ. എന്താണ്? ഒരു 4 വർഷം മുമ്പ് സാറേ ഞാൻ എന്റെ ബൈക്കില് യമഹ ബൈക്കിൽ ഞാൻ ഇങ്ങനെ കാട്ടിക്കൂടെ പോവാം. യമഹ ബൈക്കില് കാട്ടില് ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അതിനുവേണ്ടി പോയതാണേ. അപ്പൊ തൊട്ട് പുറകെ ഒരു പുലി. ഈ പുലി കത്തിച്ചു വിടുന്നു, ഞാൻ വണ്ടി കത്തിച്ചു വിടുന്നു. വീണ്ടും പുലി കത്തിച്ചു വിടുന്നു, ഞാൻ വണ്ടി കത്തിച്ചു വിടുന്നു. ഞാൻ കത്തിച്ചു വിടുന്നു, പുലി വീണ്ടും കത്തിക്കല് കുറെ നേരമായി. കാര്യം പറ. കാര്യത്തിലേക്ക് വാ. പുലി പുറകെ വരുന്ന കാര്യം പറഞ്ഞത്. പുലി അങ്ങനെ വന്നു ഇങ്ങനെ പോകുന്ന വഴിക്ക് തൊട്ട് പുറകെ പുലിയുണ്ട്. അതെ, ഈ കഥ എനിക്ക് മനസ്സിലായി. അതായത് നിങ്ങൾ ബൈക്കിന് ഇങ്ങനെ പോകുന്നു, പുറകെ പുലി വരുന്നു, പിന്നെ ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ ഇടത്തോട്ട് വലത്തോട്ട് 2 വഴികളുണ്ട്. 2 വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇടത്തിലേക്ക് പോകുന്നു, ഇടത്തോട്ട് പോകുന്നു. ഇതല്ലേ കഥ? ഇതൊക്കെ പഴയ കഥയാണ്. ഇതൊക്കെ നമ്മളെ പറഞ്ഞു കേൾപ്പിക്കുന്നത് എല്ലാവരും കേട്ട കഥ. അയ്യോ ആ കഥയല്ല. പിന്നെ അതൊക്കെ പണ്ട് മിമിക്രിക്കാരെ പറഞ്ഞ കഥയല്ലേ? ആണോ? അത് ഈ കഥയല്ലേ, ഇത് ഒറിജിനൽ നടന്ന സംഭവം പറയുന്നത്. ഈ പറഞ്ഞ പോലെ വലത്തോട്ടും വഴിയില്ല ഇടത്തോട്ടും വഴിയില്ല, ഒരൊറ്റ വഴിയേ ഉള്ളൂ. കേൾക്കട്ടെ, പറ. ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ വിട്ടുപോകുന്നു, പുലി പുറകെ വരുന്നു, പിടിച്ചെടുന്ന് പുറകെ വരുന്നു. ഞാൻ നേരെ വണ്ടി കൊണ്ട് വന്ന് ഗ്യാസിന്റെ അസുഖം ഗ്യാസിന്റെ അസുഖം ഉണ്ടോ? അല്ല, ബ്രേക്ക് ഓ ശരി, ബ്രേക്കായിരുന്നു. ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ട് നോക്കുമ്പോ ഒരു ചാണും കൂടെ പോയാൽ ഞാൻ കൊക്കകത്ത് പോകും. ഓ, കൊക്കയുടെ സൈഡിൽ ചെന്ന് നിൽക്കുവോ, പുറകെ പുലി വന്നോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ശകലം ഒന്ന് ഒഴിവായിട്ടേ ഈ വേറെ വാഹനങ്ങൾ നമ്മളെ കയറിപ്പോക്കോ പറഞ്ഞ പോലെ പുലിയോട് ഇങ്ങനെ കാണിച്ചു. കൈകൊണ്ട് പുലി ഓടി ഇങ്ങനെ വന്നില്ല, പക്കത്ത് വന്ന് ഇങ്ങനെ വീഴാൻ പോകുന്ന ഇങ്ങനെ ഒരു നിപ്പ. വീഴത്തില്ലാന്ന് പറഞ്ഞ് നിൽക്കുക. ഞാൻ പതുക്കെ ആ വാലിന്റെ സൈഡിലോട് ഒരു ചെറിയ തട്ട് വെച്ച് കൊടുത്തു. പുലി നടക്കും, കുത്തി ആടെ നടക്കും. സമ്മതിച്ച് വേറെ കൊക്കകത്ത്. എന്നിട്ട് അതിനകത്ത് വീണപ്പോ ഞാൻ ഇങ്ങനെ ഏറ്റവും നോക്കിപ്പോണ്ടല്ലോ, ഈ പുലി എന്നെ നോക്കിട്ട് എന്താ പറഞ്ഞ? എടാ തള്ളിയിട്ടാ മാത്രം പറയാം, എന്നെ രക്ഷിക്കാന്ന് അവിടെ പട്ടിയെന്ന് എന്നോട് ഈ പുലി പറയുക. പിന്നെ മനുഷ്യജീവനല്ലേ, നമ്മളൊന്നും ശ്രദ്ധിക്കണമല്ലോ. പുലിയ അല്ല, ജീവനുള്ളൊരു ജീവിയല്ലേ, അങ്ങനെ അതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ വടവെടുത്ത് ഈ പുലി കിട്ടുകൊടുത്തു. കടിച്ചു പിടിച്ചോ അളിയാ, ഞാൻ വലിച്ചു പൊക്കിക്കോളാന്ന് പറഞ്ഞു. അളിയനാണല്ലേ? അളിയനല്ലേ, പുലിയ. സാറിന് ഫ്രണ്ട്സുകളെ ഇങ്ങനെ അറിയാൻ വിളിക്കില്ല, സാറിന് ഇങ്ങനെ പറയുന്ന അങ്ങോട്ട്. അപ്പൊ പുലിയോട് പറഞ്ഞു കടിച്ചു പിടിച്ചോ വലിച്ചോളാന്ന് പറഞ്ഞു. പുലി ഇട്ട് കൊടുത്തു. ഞാൻ ഈ കയറെ പതുക്കെ വലിച്ചിങ്ങെടുത്ത് ഇങ്ങനെ പിടിച്ചു. പുലി ഇങ്ങനെ കരഞ്ഞ് കണ്ണുനീരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക പുലി. ഞാൻ പറഞ്ഞു, ഡാ നീ ഗബ്രിയേൽ ഡിസൂസ മാർക്കോസിന്റെ കയ്യിലാണോടാ നിന്റെ കളി? നീ ഇങ്ങനെ ചെയ്യുവോ, പുറകിട്ട് ഓടിക്കോ എന്ന് പറഞ്ഞു. ചെവിക്കൽ നോക്കി കൂട്ടുന്നത് ഞാൻ ഒരടി കൊടുത്തു, വേറെ അടി കൊടുത്തു, പിന്നെ ഞാൻ കൊടുത്തു. ആ കൂമ്പ് നോക്കി ഒറ്റ ഇടി പുലി എടുത്ത് വാരി വലിച്ചിട്ട് എറിഞ്ഞിട്ട് മനുഷ്യനെ ഇങ്ങോട്ട് ഓടിക്കരുത്, പേടിപ്പിക്കാൻ നടക്കുന്നുള്ള പറഞ്ഞു. ഞാൻ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോ കരയിലേക്ക് ഇട്ടു. എന്റെ സാറെ പുറകിൽ ഇങ്ങനെ മാങ്ക. പുലിയോ? ഈ പുലി ആൺപുലിയാ. ഇതിന്റെ ഭാര്യയും 2 പിള്ളേരും ഇങ്ങനെ വന്നിട്ട് പറയാം, കുളിക്കാൻ മാർഗമില്ല, ഞങ്ങളവിടെ കൂട്ടത്തിൽ കൊണ്ടുപോകുമെന്ന്. ഓ ശരിയാ, പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും. കാട്ടിലിപ്പം വെള്ളവും ഇല്ല, തീറ്റയും ഇല്ല, ഒന്നുമില്ല. എന്തേലും അങ്ങനെ 4 പുലി ഇപ്പോൾ എന്റെ വീട്ടിലുണ്ട്. എനിക്ക് വേറൊരു അനുഭവം ഉണ്ട്. ഞാൻ സിംഗപ്പൂർ ഒരു ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞപ്പോ അവിടെ ഒരു സർക്കസ് നടക്കുന്നുണ്ടായിരുന്നു. ആ സർക്കസ് കാണാൻ വേണ്ടി ഞാൻ അകത്ത് കയറി.
ചുമ്മാ വെറുതെ ഒന്ന് ഞാൻ കയറിയത് അതിന്റെ അകത്ത്. അയ്യോ വെറുതെ സർക്കസിനാണ് കയറരുത്. എന്താ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് വേണം കയറാൻ. ഇത് ഞാനാണ് കയറിയത്, ഈ ആശാനല്ല കയറിയത്. കാശ് കൊടുത്ത് തന്നെ കയറിയത്. അകത്ത് കയറി ഈ റിങ്ങിന്റെ അകത്ത് ഒരു പെണ്ണ് ഒരു ബിസ്ക്കറ്റും കടിച്ചു പിടിച്ചോണ്ട് നിൽക്കുക. അതുപോലെ ലോക്കൽസും ആയിരിക്കും. ലോക്കൽസാ? എന്ത് ലോക്കൽ ബിസ്ക്കറ്റ്? ലോക്കൽസ് ബിസ്ക്കറ്റ് ആയിരിക്കും. നല്ല കമ്പനിയുടെ ബിസ്ക്കറ്റ് ആണെങ്കിൽ ആ കുട്ടിയൊക്കെ തിന്നത്തില്ലേ? ഏതോ ഇതൊരു സർക്കസ് ആണ്, പറഞ്ഞ കേൾക്കാതെ കേട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോ ഈ ബിസ്ക്കറ്റ്, ഈ പെണ്ണിന്റെ വായിരിക്കുന്ന ബിസ്ക്കറ്റ് ഒരു സിംഹം വന്നിട്ട് അതിങ്ങനെ വന്ന് കടിച്ചെടുത്തു. ഇങ്ങനെ എടുത്തോണ്ട് പോയി. അത് ഗംഭീര ഐറ്റം വരുന്നു. സാറിന് വലിയ ഗംഭീരമായിട്ട് തോന്നി. അതെ, സിമ്പിളാ അത്. എന്താ? വേറെ ജസ്റ്റ് സിമ്പിൾ സംഭവം. എങ്ങനെ? ഞാൻ ചെയ്യുമല്ലോ. എന്ത്? ഞാൻ ഈ ബിസ്ക്കറ്റ് കടിപ്പിച്ചിട്ട് സിംഹത്തോണ്ട് എടുപ്പിക്കാലോ. ബിസ്ക്കറ്റാ? മേഡത്തിന് ഞാനൊരു ബിസ്ക്കറ്റ് വെക്കട്ടെ? മേഡത്തിന് ബൈ വെച്ചോളൂ. ഇപ്പൊ സിംഹത്തെ വിളിക്കാം. ശരി, ഒരു ബിസ്ക്കറ്റ് തന്നെ. ഒരു അല്ല എന്തിനാ പേടിക്കും? അല്ല, സർക്കസ് അല്ലേ, ഒരു ട്രെയിൻഡ് സിംഹമാണ്. അത് വന്നിട്ട് അത് എടുത്തിട്ട് പോകും. ഞാനല്ലേ പറഞ്ഞ ധൈര്യമായിട്ടിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഇവനകത്താക്കാന്നേ. ഇതിന് ഏത് മൃഗമായാലും കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല. ഇല്ലില്ല, സിംഹം അല്ലാതെ വേറെ ഏത് വേറെ ഏത് മൃഗമായാലും കുഴപ്പമില്ല. ഒരു ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കും. ഞാൻ ഏറ്റവും നമുക്കിവിടെ അമൃത ചാനലല്ലേ, ഒരു ബിസ്ക്കറ്റ് തന്നെ അത് മേടിച്ചു വായിൽ വെച്ചു. അടിക്കുന്ന ഭാഗം പുറത്തേക്ക് കളയരുത്. അല്ല സാറേ, ഈ ബിസ്ക്കറ്റ് കടിക്കുന്നത് സിംഹം തന്നെ വേണം എന്നുണ്ടോ? കടുവയാലും കുഴപ്പമില്ല. അല്ല, കടുവയും സിംഹവും മറ്റു മൃഗങ്ങളൊന്നും അല്ലാതെ ഞാൻ കടിച്ചെടുത്താൽ വല്ല കുഴപ്പമുണ്ടോ? അല്ല, സിംഹത്തിനുള്ള ഇല്ല ഈ കൊച്ചു, അതുകൊണ്ടായി പറഞ്ഞു. അവര് കടി കടിച്ചാൽ മൊത്തം എടുത്തോണ്ട് പോവേ. മനസ്സിലെന്താ ഇരിപ്പെന്ന്? ഒരു ഇരിപ്പില്ല. എന്താ ചാടാത്തത്? നാണം കെടുത്തരുതേ. എന്ത് കഷ്ടമാണ്. ഞാൻ ആദ്യം ഞാൻ പൊട്ടിക്കും ഞാൻ കേട്ടോ. സാറേ പേടിക്കണ്ട. സംഭവം എന്ന് വെച്ചാൽ ഇതൊരു പാവം അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കരടിയാണ്. ഇതിനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഇത് ഒന്നും ഉപദ്രവിക്കത്തില്ല. രണ്ടിടി കൊടുക്കാന്ന് പറഞ്ഞാലും കൊണ്ടുകൊണ്ടിരിക്കത്തുള്ളൂ. കണ്ടില്ലേ? പുറത്ത് പെടലേക്ക് പിടിക്കാം, നമുക്ക് ഇങ്ങനെ പിടിച്ച് ഞെക്കുകയൊക്കെ ചെയ്യാം. ഉണ്ടിക്കെട്ടിട്ട് ഇടിക്കാം. ഒന്നുമില്ല, വെറും പാവപ്പെട്ട ഒരു കരടിയാണ്. പാവം മൃഗത്തിന് ദ്രോഹിക്കുന്നത്? അല്ല, ദ്രോഹിച്ചല്ലോ, പിന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞാണ്. ഞാൻ പെർഫോമൻസ് കാണിക്കാൻ പറഞ്ഞിട്ട് കാണിക്കുന്നില്ല. ഇവിടെ കൈ പിടിച്ചാൽ പണ്ടര കിടക്കാൻ വേണ്ടി അയ്യോ അത് തന്നെ, അത് വേണം, അത് വേണം. അയ്യോ അയ്യോ, ചവിട്ടിക്കൂട്ടി കൊല്ലൂടാ പന്നിയല്ലോ. എന്റെ അശോകൻ ചേട്ടാ, ഞാൻ ഈ തിരുവനന്തപുരത്ത് ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1500 രൂപ വെറുതെ കരടിയായിട്ട് നിന്നാ മതി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വന്നതാ. വന്നപ്പോ തുടങ്ങിയിട്ടുള്ള ഇടിയാണ്. കൊല്ലണ്ടി പന്നിന എന്താന്ന് ചെയ്തു? ഞാൻ പറഞ്ഞില്ലേ, മൃഗങ്ങള് ഭയങ്കര പാവാ. ഈ മനുഷ്യന്മാരാ മൃഗങ്ങള് പറഞ്ഞില്ലേ ഞാൻ.